സ്നേഹവന്ദനങ്ങൾ പ്രിയുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ആഫ്രിക്കയിൽ വർദ്ധിച്ചു വരുന്ന കൾട്ട് ഗ്രൂപ്പുകളെക്കുറിച്ചൊരു വാർത്ത നമ്മുടെ ഗ്ലോബൽ ന്യൂസിൻ്റെ ചാനലിൽ നമ്മൾ ചെയ്തിരുന്നു. അതായത് ആഫ്രിക്കയിലെ തന്നെ ഒരു വളരെ ലീഡിങ് റുവാണ്ടയിലുള്ള ഒരു ഓർഗനൈസേഷൻ ആഫ്രിക്കൻ റുവാണ്ട ലീഡേഴ്സ് ഫെലോഷിപ്പ് നടത്തിയ ഒരു പ്രെയർ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെസ്സേജിൽ ആഫ്രിക്കൻ തിയോളജിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളായിരിക്കുന്ന നാഥാൻ ചിറോമി അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തി. അദ്ദേഹം ആഫ്രിക്കയിൽ വർദ്ധിച്ചു വരുന്ന ദുരുപദേശങ്ങളെക്കുറിച്ച്, കൾട്ട് ആക്ടിവിറ്റികളെക്കുറിച്ചാണ് താൻ ആ പ്രസംഗത്തിൽ പറഞ്ഞത്. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ ഇടയിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. ആഫ്രിക്കയിൽ നിന്ന് ഒത്തിരി പുതിയ തരത്തിലുള്ള കൾട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ പാഠഭേദത്തിൽ ഞാൻ ആഫ്രിക്കയിൽ നമ്മൾ കാണുന്ന ചില കൾട്ട് കൈൻഡ് ഓഫ് പ്രവണതകളെക്കുറിച്ചാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ആഫ്രിക്ക പണ്ട് മുതലേ ഈ ദുരുപദേശങ്ങൾക്ക് പേരുകെട്ട നാടാണ്. അവിടുത്തെ ഒരു കൾച്ചർ, അവിടുത്തെ ഒരു ജീവിതശൈലിയൊക്കെ കൂടി വരുമ്പോൾ അങ്ങനെയുള്ള ടീച്ചിങ്ങുകൾക്ക് നല്ല വളക്കൂടുള്ള ഒരു നാടാണ് ആഫ്രിക്ക. ശരിക്കും ക്രിസ്തീയ സഭയിലെ ആദ്യത്തെ കൾട്ടുകളിൽ ഒന്നായ അരിയനിസം ഉടലെടുത്തത് ഈ നോർത്തേൺ ആഫ്രിക്കൻ പ്രദേശമാകുന്ന ഈജിപ്തിലാണ്. അപ്പോൾ പണ്ട് മുതൽ തന്നെ ഈ ആഫ്രിക്കയിൽ ഹെറസീസ്, ദുരുപദേശങ്ങൾക്ക് ഒത്തിരി വളക്കൂടുള്ള മണ്ണാണ് ആഫ്രിക്ക. പിന്നെ ഈ ആഫ്രിക്കയിലെ ഒരു കൾച്ചർ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി വിച്ച് ഡോക്ടേഴ്സ്, അതായത് മന്ത്രവാദം, അന്ധവിശ്വാസങ്ങൾ ഒക്കെയുള്ളൊരു നാട്, ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെട്ട നാട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഒരു ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവരും ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾക്കും ഈ പറഞ്ഞ വിച്ച് ഡോക്ടർമാരല്ലെങ്കിലും ഇങ്ങനെ അത്ഭുത സിദ്ധികളുള്ള ആളുകളുടെ പുറകെ പോകുന്ന ഒരു പ്രത്യേക സ്വഭാവമുള്ള, പ്രവണതയുള്ള ആളുകളാണ്. അത് ഈ ആഫ്രിക്കയിൽ അങ്ങനെയുള്ള എന്തെങ്കിലും അത്ഭുത സിദ്ധിയുണ്ടെന്ന് ക്ലെയിം ചെയ്യുന്ന ആളുകൾക്ക് വലിയ ഒരു അക്സെപ്റ്റൻസാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു വലിയ ദോഷം ഈ ക്രിസ്ത്യാനിറ്റിയുടെ മേഖലയിലും ആഫ്രിക്കയിൽ നമുക്ക് കാണുവാൻ ഇടയായിത്തീരും. പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെയൊരു പാഠഭേദം ചെയ്യാൻ കാരണം, ഇത് ആഫ്രിക്കയിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നു എന്നാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഇതിൻ്റെ ഇൻഫ്ലുവൻസ് ഇന്ത്യയിലേക്കും വേണ്ട പാശ്ചാത്യ രാജ്യങ്ങളിലേക്കും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആഫ്രിക്കയിൽ ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ്, ഇങ്ങനെയുള്ള കൾട്ട് ലീഡേഴ്സ്, അവർക്കൊക്കെ വലിയൊരു ദൈവിക പരിവേഷം കൊടുത്ത് ഈ പറഞ്ഞ വെസ്റ്റേണേഴ്സ് പോലും ഇവരെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഇവർ പഠിപ്പിക്കുന്ന ഡോക്ടറിൻ്റെ കറക്റ്റ്നെസ് ഒന്നും ശ്രദ്ധിക്കത്തില്ല. വേദപുസ്തകവുമായിട്ട് ചേർന്ന് പോകുന്നതാണോ ഇവരുടെ ഡോക്ടറിനൊന്നും ശ്രദ്ധിക്കത്തില്ല. മറിച്ച് ഈ അത്ഭുതങ്ങൾ ചെയ്യുന്ന, വീര്യപ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളെന്ന നിലയിൽ അവരെ പ്രത്യേക ദൈവപുരുഷന്മാരായിട്ട് അങ്ങ് കാണുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ദൈവപുരുഷൻ, മാൻ ഓഫ് ഗോഡ് എന്ന് ആളുകളെ വിളിക്കുന്ന ഒരു പ്രത്യേക രീതി തന്നെ ഈ ആഫ്രിക്കയിൽ നിന്ന് ഉടലെടുത്തതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ അങ്ങനെ ഒത്തിരി മാൻ ഓഫ് ഗോഡ്, ദൈവപുരുഷന്മാർ ആഫ്രിക്കയിൽ നമുക്ക് കാണാനിടയായിത്തീരും. നമ്മുടെ രാജ്യത്തുമുള്ള ആളുകൾ അങ്ങനെയുള്ള ടൈറ്റിലുകൾ സ്വീകരിക്കാൻ വലിയ ഉത്സാഹമുള്ളവരാണ്. അപ്പോസ്റ്റോൽ, പ്രോഫറ്റ്, മാൻ ഓഫ് ഗോഡ്, ഇങ്ങനെയുള്ള ടൈറ്റിലുകൾ സ്വീകരിക്കാൻ ആളുകൾക്ക് വലിയ ഉത്സാഹമാണ്. പഴയ നിയമത്തിൽ പലരെയും മാൻ ഓഫ് ഗോഡ് എന്നൊക്കെ വിളിച്ചിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ തിമോത്തിയോസിനെ മാത്രമാണ് അങ്ങനെ ഒരു പേരിൽ ലേഖനത്തിൽ പൗലോസ് വിളിക്കുവാനിടയായി തീർന്നത്. ഞാൻ ഈ മാൻ ഓഫ് ഗോഡ് എന്നൊരാളിനെ വിളിച്ചതിൽ തെറ്റാണെന്നൊന്നും ഞാൻ പറയത്തില്ല. അപ്പോസ്റ്റലെന്നോ പ്രോഫറ്റെന്നോ ഒരാൾക്ക് ഒരു ദൈവിക നിയോഗം കൊടുക്കുന്നതിലൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊക്കെ റെയറായിട്ടുള്ള കോളാണ്. ഈ കാണുന്നവരെല്ലാം മാൻ ഓഫ് ഗോഡും പ്രോഫറ്റും അപ്പോസ്തോലും എന്നൊക്കെ ടൈറ്റിൽ വെച്ച് അങ്ങനെ ഒരു പേഴ്സണാലിറ്റി കൾട്ട് പോലെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിലാണ് എനിക്ക് സങ്കടമുള്ളത്. പാഠഭേദത്തിലൂടെ അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ വ്യക്തി ആരാധനയിൽ, വ്യക്തിപൂജയിൽ വളരെ മുമ്പിൽ നിൽക്കുന്നവരാണ് ആഫ്രിക്കക്കാർ. ഞാൻ പറഞ്ഞല്ലോ, ഈ വിച്ച് ഡോക്ടേഴ്സിൻ്റെ ഒക്കെ പുറകെ പോയ ആളുകൾ ക്രിസ്ത്യാനിറ്റിയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വലിയ അത്ഭുതങ്ങൾ കാണിക്കുന്നവരുടെ പുറകെ പോകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അതുകൊണ്ട് അവിടെ തീരുന്നില്ല. അതിൻ്റെ സ്വാധീനം ഈ പറഞ്ഞ കൾട്ട് ഫിഗേഴ്സിനെ ലോകം മുഴുവൻ കൊണ്ടു നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെയൊക്കെ വലിയ എന്തോ ഒരു സംഭവമാക്കി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ ദോഷഫലമാണ് ലോകവ്യാപകമായിട്ട് ക്രിസ്ത്യാനിറ്റിക്ക് ഉണ്ടാക്കുന്നത്. അതിന് ഇൻഫ്ലുവൻസ് ഇന്ത്യയിലും വരുന്നു എന്ന് എനിക്ക് സങ്കടമുണ്ട്. പല അങ്ങനെയുള്ള കൾട്ട് ഫിഗേഴ്സിൻ്റെ പേരെടുത്തൊക്കെ പറയാൻ കഴിയും. പക്ഷേ ഞാൻ അത്ര വിശദമായിട്ട് ഈ സെഷൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. പ്രധാനപ്പെട്ട ചില ലക്ഷണങ്ങൾ ഞാൻ പറയാം. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം,
ആഫ്രിക്കൻ ക്രിസ്ത്യാനിറ്റിയിൽ ഈ പറഞ്ഞ വ്യക്തികൾക്കുള്ള അമിതമാകുന്ന ഒരു പ്രാധാന്യം. ഒരു പാസ്റ്റർ, ആ പാസ്റ്റർ ഒരു കൾട്ട് ഫിഗറായിട്ട് വളരുന്നു. പിന്നെ അദ്ദേഹത്തെ പിന്നെ സ്റ്റേജിലൊക്കെ ആനയിച്ച് കൊണ്ടുവരുന്നത് കണ്ടാൽ റെഡ് കാർപ്പറ്റൊക്കെ ഇട്ട് ഈ പറഞ്ഞ പോലെ വലിയ അകമ്പടി ബൗൺസേഴ്സ് ഒക്കെ നാല് പുറത്ത് നിന്ന് വലിയ ചടങ്ങായിട്ട് വലിയ ആഘോഷത്തോടെ ബാൻഡ് മേളമൊക്കെ വെച്ച് ഇദ്ദേഹത്തെ സ്റ്റേജിൽ കൊണ്ടുവരുന്നു. പാസ്റ്റർ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണെങ്കിൽ പാസ്റ്റർ ഭാര്യ ഈ പ്രസിഡൻറ്റിൻ്റെ ഭാര്യ ഫസ്റ്റ് വുമൺ എന്നൊക്കെ പറഞ്ഞ പോലെ ചർച്ചിൻ്റെ ഫസ്റ്റ് വുമണാണ്. തന്നെയല്ല, പാസ്റ്ററെ കൂടൊന്നും ആർക്കും ഇരിക്കാൻ പറ്റത്തില്ല, പാസ്റ്ററോട് സംസാരിക്കാൻ പോലും ആർക്കും പറ്റത്തില്ല. പാസ്റ്ററോട് എന്തെങ്കിലും പറയണമെങ്കിൽ പാസ്റ്ററുടെ അസിസ്റ്റൻ്റ് ത്രൂവേ സംസാരിക്കാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ ഇവരുടെ ചുറ്റും ഒരു 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 വ്യക്തിപരിവേഷത്തിൻ്റെ ഒരു ക്ലൗഡ് അങ്ങ് തീർക്കുകയാണ്. ഇയാളൊരു വലിയ സംഭവമാണ്, ഒരു മാൻ ഓഫ് ഗോഡാണ്, നേരിട്ടൊന്നും മിണ്ടാനൊക്കുന്ന പാർട്ടിയല്ലെന്ന് ഒരു ക്ലൗഡ് അങ്ങ് തീർക്കുകയാണ്. പിന്നെ ഈ പാസ്റ്റർമാരുടെ ലൈഫ് സ്റ്റൈല് ഈ ഭയങ്കര ആഡംബര കാറുകളിൽ വരുന്നു, അവരുപയോഗിക്കുന്ന രത്നമോതിരങ്ങൾ, ഇങ്ങനെയുള്ള ഭയങ്കര ഒരു ആർഭാടം, ഒരു അമിതമാകുന്ന പ്രോസ്പെരിറ്റിയുടെ, സമൃദ്ധിയുടെ ഒരു സുവിശേഷം പ്രസംഗിക്കുക മാത്രമല്ല, ഇവരൊക്കെ ഒരു റോയൽ ലൈഫ് നയിക്കുന്നവരായിട്ട് ജനങ്ങളുടെ മുമ്പിൽ ചിത്രീകരിക്കുക. പിന്നെ ഈ പറഞ്ഞ പാസ്റ്റേഴ്സിനൊക്കെ ഗവൺമെൻറ് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ, അതായത് പട്ടാളത്തിൻ്റെ അകമ്പടിയോടുകൂടെ പാസ്റ്റേഴ്സിനെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരുന്നു. അപ്പോൾ ഇവരെ ഗവൺമെൻറ് തലത്തിലുള്ള രാജാക്കന്മാരെക്കാൾ, നേതാക്കന്മാരെക്കാൾ, പ്രസിഡൻറ്റുമാരെക്കാളൊക്കെ അപ്പുറമായിട്ട് ഒരു വലിയ ഫിഗറായിട്ട് അങ്ങ് വളർത്തിയെടുക്കുകയാണ്. ഇതൊക്കെ ഈ നമ്മുടെ ജഡശരീരത്തിന് വലിയ സന്തോഷം തരുന്ന സംഭവങ്ങളാണ്. കാരണം നമ്മുടെ ചുറ്റും ബ്ലാക്ക് ക്യാറ്റ്സൊക്കെ നിന്ന് പട്ടാള കമ്പടിയോടുകൂടിയൊക്കെ ഒരു പാസ്റ്ററെ സ്റ്റേജിൽ കൊണ്ടുവരുമ്പോൾ പാസ്റ്റർ ജഡം ഒത്തിരി സന്തോഷിക്കും. പക്ഷേ ബിബ്ലിക്കലി അത് കറക്റ്റാണോ? അതിൻ്റെ ബിബ്ലിക്കൽ കറക്റ്റ്നെസ്സിലാണ് എനിക്ക് പ്രശ്നമുള്ളത്. അതാണ് എൻ്റെ സങ്കടമെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ആളുകൾ ചോദിക്കും, നമ്മുടെ പാസ്റ്റർമാരൊക്കെ അങ്ങനെ റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്നത് നല്ലതല്ലേ? റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷേ ആവശ്യമില്ലാത്ത അംഗീകാരവും ആവശ്യമില്ലാത്ത ഇത്തരത്തിലുള്ള റെസ്പെക്റ്റൊക്കെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് വെറുതെ വിഡ്ഡിവേഷം കെട്ടാതിരിക്കുകയാണ് നല്ലത്. യേശുവോ ശിഷ്യന്മാരോ ഒന്നും ഈ പറഞ്ഞതുപോലെ സ്വീകരിക്കാത്ത പ്രത്യേക റെസ്പെക്റ്റുകളൊന്നും യേശുവിൻ്റെ ദാസന്മാരും 21-ാം നൂറ്റാണ്ടിലും സ്വീകരിക്കേണ്ട എന്നുള്ളതാണ് വാസ്തവം. ഈ ആഫ്രിക്കൻ കൾച്ചറിൻ്റെ ഒരു പ്രശ്നമാണിത്. ആഫ്രിക്കയിലെ രാജ്യങ്ങളിൽ ഒരു വലിയ ദേവദാസൻ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ദേവദാസനെ ഗവൺമെൻറ് ഒഫീഷ്യലി സ്വീകരിച്ചു കൊണ്ടുപോകുന്നു, റെസ്പെക്റ്റൊക്കെ കൊടുത്തോട്ടെ, പ്രശ്നമില്ല. പക്ഷേ അതാണ് ദൈവദാസന്മാരെക്കുറിച്ചുള്ള ആ റെസ്പെക്റ്റിൻ്റെ ഏറ്റവും വലിയ ഒരു മാതൃകയെന്ന് ചിന്തിച്ച് നമ്മുടെ ഇന്ത്യയിലെയും ഒക്കെ ദേവദാസന്മാർ സ്വപ്നം കാണുകയാണ്, എനിക്കും ഒരു കാലം വരും ഗവൺമെൻറ് പ്രസിഡൻറ്റുമാർ ഒക്കെ എന്നെ അകമ്പടി സേവിച്ചു കൊണ്ടുപോകുന്നൊരു കാലം വരുമെന്ന് സ്വപ്നം കണ്ട് വേറെ ഒരു ലെവലിൽ, അങ്ങനെയല്ലേ പറയുന്നത്, വേറൊരു ലെവലിൽ ചിന്തിച്ചു വെക്കുന്നതാണ് പ്രശ്നമാകുന്നത്. അതൊരു പേഴ്സണാലിറ്റി കൾട്ടായി, ഒരു വ്യക്തിപൂജയായി, ഒരു പ്രോസ്പെരിറ്റി കൾട്ടായിട്ട് അങ്ങ് വളർന്നു നിൽക്കുകയാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ ആഫ്രിക്കൻ ക്രിസ്ത്യാനിറ്റിയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ പാസ്റ്ററും വൈഫും ഒക്കെ ചർച്ചിലെ എല്ലാവരുടെയും പപ്പയും മമ്മിയുമാണ്. ഇവരെ പപ്പ എന്നൊക്കെയാണ് ആളുകൾ വിളിക്കുന്നത്, പാപ്പ അല്ലെങ്കിൽ പപ്പ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇത് കേരളത്തിലും വരെ ഇന്ത്യയിലെ പല സഭകളിലും ഇത് കയറി കൂടിയിട്ടുണ്ട്. ഇത് ആഫ്രിക്കയിൽ നിന്ന് കയറി വന്നതാണ്. ഞാൻ ഇന്ത്യയിലെ തന്നെ വളരെ വളർന്ന സഭകളിലൊന്നിൽ ഒരു ആഫ്രിക്കൻ കണക്ഷനുള്ള ചർച്ചാണ്. ആ ഒരു പാസ്റ്ററുടെ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ ഞാൻ ശ്രദ്ധിച്ചു. എല്ലാവരും പപ്പ എന്നാണ് വിളിക്കുന്നത്, പപ്പ പപ്പ പപ്പ. ചെറുപ്പക്കാരനായ പാസ്റ്റർ, പക്ഷേ സഭയിലുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് അദ്ദേഹം പപ്പയാണ്. ഇതൊക്കെ ബിബ്ലിക്കലാണെന്ന് ചോദിച്ചാൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പൗലോസ് തന്നെ പറയുന്നുണ്ടല്ലോ, ക്രിസ്തുവിൽ നിങ്ങൾക്ക് ഗുരുക്കന്മാർ അനേകരുണ്ടാകാം, എന്നാൽ പിതാക്കന്മാർ കുറവാണ്. അപ്പോൾ ആ വചനമൊക്കെ എടുത്ത് നമ്മളിങ്ങനെ അങ്ങോട്ട് പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ടൈറ്റിലുകൾ, പേരുകൾ സ്വീകരിക്കുന്നത് തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ നമ്മുടെ ജഡത്തിൽ ഇത് സന്തോഷം തരുന്നതായതുകൊണ്ട് നമുക്കിത് സ്വീകരിക്കാൻ വലിയ ഉത്സാഹമാണ്. നമ്മുടെ ചർച്ചിലെ ആളുകളെ കൊണ്ട് നമ്മളെ പപ്പ എന്ന് വിളിപ്പിക്കുകയാണെങ്കിൽ, നമ്മുടെ ഭാര്യയെ മമ്മി എന്ന് വിളിപ്പിക്കുകയാണെങ്കിൽ അത് ഒരു 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 വലിയ സന്തോഷം. എവിടെ തരുന്നത്? ആത്മാവിലല്ല, ജഡത്തിൽ തരുന്ന സംഭവമാണ്. അങ്ങനെ നമ്മുടെ ജഡത്തിൽ നമുക്കിങ്ങനെ ഒന്ന് സന്തോഷിച്ച് അഹങ്കരിച്ചൊക്കെ നിൽക്കുവാൻ കഴിയുമെന്നല്ലാതെ അതിലപ്പുറമായ ആത്മിക ഗുണങ്ങളൊന്നും അതിനകത്തില്ല. സത്യം മനസ്സിലാക്കണം, നമ്മളെല്ലാവരുടെയും പപ്പയും മമ്മിയും
ഒന്നുമല്ല. സ്പിരിച്വൽ ലീഡർഷിപ്പിന് അതിൻ്റേതാകുന്ന അതോറിറ്റിയുണ്ട്, ഒരു ഇടയന് അതിൻ്റേതാകുന്ന ബഹുമാനമുണ്ട്, ഇതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ തെറ്റായ പ്രവണതകൾ നമുക്ക് ചുറ്റും നമുക്ക് കൊണ്ടുവരേണ്ട. ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങനെയുള്ള സാധനങ്ങൾ അധികം ഇറക്കുമതി ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അങ്ങനെ ഒത്തിരി ഇറക്കുമതി ചെയ്താൽ പണ്ടത്തെ ഈ ആഫ്രിക്കൻ പായലിൻ്റെ അനുഭവം അറിയത്തില്ലേ? ഈ ആഫ്രിക്കൻ പായൽ പണ്ടങ്ങോ നമ്മുടെ വാട്ടർ ബോഡീസിൽ, കായലുകളിലും തോടുകളിലും ഒക്കെ വന്ന് വീണത് പടിഞ്ഞാറൊക്കെ. പിന്നെ അതൊരു ഒരു കേഴ്സായിട്ട് മാറി. കാരണം ഇതങ്ങ് പടർന്ന് പന്തലിച്ചു. ആഫ്രിക്കൻ പായലിൻ്റെ ഒരു പ്രശ്നമാണ്, അത് ഏത് വാട്ടർ ബോഡിയിലാണ് വരുന്നത് അതിനകത്തങ്ങ് വളർന്ന് കയറി ആ ഒരു വാട്ടർ ബോഡിയെ തന്നെ നശിപ്പിക്കും. പിന്നെ അതിനകത്ത് ഗതാഗതം പോലും ബുദ്ധിമുട്ടായിത്തീരും. പാടങ്ങളിൽ പോലും ആഫ്രിക്കൻ പായൽ പടർന്നു കയറിയ അനുഭവം ഈ കുട്ടനാടൻ ഏരിയയിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. തോടുകൾ മുഴുവൻ ആഫ്രിക്കൻ പായൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അമ്മ വീട്ടിലൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ആഫ്രിക്കൻ കൾട്ടുകളും ഇതുപോലൊരു ആഫ്രിക്കൻ പായലാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അത് ഇന്ത്യയിലെ സഭകളിൽ കയറി കഴിഞ്ഞാൽ സഭകളെ നശിപ്പിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇന്നത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ദേവദാസന്മാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇവരൊക്കെ നോക്കുന്നത് ഈ പറഞ്ഞ വലിയ കൾട്ട് ഫിഗേഴ്സ് ആകുന്ന പേരുള്ള, ആഡംബരത്തോടുകൂടി ജീവിക്കുന്ന, പ്രൈവറ്റ് സെക്യൂരിറ്റിയും കൊണ്ട് നടക്കുന്ന, രാഷ്ട്രത്തലവന്മാരുടെ സല്യൂട്ട് സ്വീകരിക്കുന്ന ആഫ്രിക്കൻ കൾട്ട് പാസ്റ്റേഴ്സ് ലീഡേഴ്സിനെയാണ്. എന്നിട്ട് നമുക്കും ആ ലെവലിലാകണം എന്നുള്ള ആഗ്രഹം. കഷ്ടത്തിൽ കഷ്ടമെന്ന് പറയട്ടെ, എനിക്ക് ചില കാഴ്ചകൾ കാണുവാനിടയായി തീർന്നു. പല ഇന്ത്യൻ ലീഡേഴ്സും, യങ്ങായിട്ടുള്ള ലീഡേഴ്സും ഇങ്ങനെയുള്ള ആളുകളുടെ അടുക്കൽ ചെന്നിട്ട് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് വരുന്നു. ഞാൻ പല വീഡിയോ കണ്ടു കേട്ടോ. ഒരു വീഡിയോ ഒന്നുമല്ല, ഒരു ദൈവദാസനൊന്നുമല്ല, ഒത്തിരി പേർ. അവരുടെ ചിന്ത ആഫ്രിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ, ഇന്നാരുടെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ഭയങ്കര അനോയിൻറ്റഡ് ആണ്, അദ്ദേഹം കൈവച്ചാൽ അതാണ്ട് ഒരു ഇമ്പാർട്ടേഷൻ കിട്ടുമെന്നുള്ള ഒരു ധാരണയോടുകൂടെ പോയി അവിടെ മുട്ടുമടക്കുന്നതൊക്കെ കാണുവാനിടയായി തീർന്നു. എനിക്ക് സത്യത്തിൽ സങ്കടമുണ്ട്. അങ്ങനെ എവിടെയെങ്കിലും പോയി കൈവച്ചാൽ കിട്ടുന്ന ഒരു സംഭവമല്ല അനോയിൻറ്റിങ് എന്നുള്ളത്, ശുശ്രൂഷ എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കണം. ഇത് പണ്ട് ഈ പിന്നെ ശമരിയയിൽ നടന്നൊരു സംഭവമില്ലേ? പത്രോസിൻ്റെ അടുക്കൽ ദ്രവ്യം കൊണ്ടുപോയ ഒരു സിമോണി എന്നാണ് അതിന് പറയുന്നത്. ദ്രവ്യം കൊടുത്തിട്ട് കൃപാവരങ്ങൾ വിലയ്ക്ക് വാങ്ങിക്കുന്ന ഒരു സിസ്റ്റം, സിമോണി എന്നാണ് അതിൻ്റെ പേര് പറയുന്നത്. ഈ ശീമോൻ ചെയ്തതുപോലെ ഒരു പരിപാടിയാണ്. അതായത് വലിയ ഒരു ദൈവദാസൻ അടുക്ക ചെന്നിട്ട് ഒന്ന് കൈവച്ച് തരണം കേട്ടോ, കൈവച്ചാൽ എനിക്ക് എന്തെങ്കിലും ഇമ്പാർട്ട് ചെയ്ത് കിട്ടപ്പെടും എന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ പോയിട്ട് നിന്നുകൊടുക്കുകയാണ്. അങ്ങനെ എളുപ്പത്തിലൊന്നും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വളരാൻ പറ്റത്തില്ലെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഏലിയാവിനോട് പറഞ്ഞു, നിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. അപ്പോൾ ഏലിയാവ് എന്താ പറഞ്ഞത്? ഞാൻ തരാമെന്നാ പറഞ്ഞത്. അല്ല, അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഏലിയാവിനത് കൊടുക്കാൻ പറ്റത്തില്ല. ഏലിയാവിന് തനിക്കുള്ളതുപോലും കൊടുക്കാൻ പറ്റത്തില്ല, പിന്നെ അങ്ങനെ ഇരട്ടി പങ്ക് കൊടുക്കുന്നത്. അപ്പോൾ ഏലിയാവ് പറഞ്ഞു, നീ ഞാൻ എടുക്കപ്പെടുന്നത് കാണുകയാണെങ്കിൽ, പറഞ്ഞതിൻ്റെ അർത്ഥം ഉയരത്തിൽ നിന്ന് വേണം ഈ ഇരട്ടി പങ്കൊക്കെ ഇറങ്ങി വരാൻ. ഈ ബോധ്യം നമ്മുടെ ദേവദാസന്മാർക്കില്ല. ഏലിയാവിനുണ്ടായിരുന്ന ആ അറിവ് പോലും പുതിയ നിയമത്തിലെ ദേവദാസന്മാർക്കില്ലെന്ന് പറയുമ്പോൾ സങ്കടമാണ്. ഏലിയാവിന് ആ മർമ്മം അറിയാമായിരുന്നു, ഇരട്ടി പങ്കൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ പുതിയ നിയമത്തിൽ ഇത്രയും വചനവും ഒക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട്, വചനവെളിപ്പാട് പ്രാപിച്ചിട്ടു, ഏലിയാവിൻ്റെ കാലത്ത് ഇത്രയും വേദവസ്തൊന്നും കയ്യിലില്ല അല്ലേ? പക്ഷേ നമ്മുടെ കയ്യിൽ ഫുൾ വേദപുസ്തകത്തിൻ്റെ റെവലേഷൻ കിട്ടിയിട്ടും നമ്മൾ തിരിച്ചറിയുന്നില്ല. ഈ അഭിഷേകം, കൃപാവരങ്ങളൊന്നും ആരെങ്കിലും കൈവച്ചാൽ കിട്ടുന്നതല്ല, അങ്ങനെ ഈസിയായിട്ട് കിട്ടുന്ന ഒരു സംഭവം അല്ലെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ ഈ ആഫ്രിക്കൻ പാസ്റ്റർമാരുടെ പുറകെയാണ്, അവർ കൈവച്ചാൽ ഏതാണ്ട് കിട്ടുമെന്ന് ഓർത്ത്. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒത്തിരി. ഞാൻ പേരൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് പേരുകൾ ഒരുപക്ഷെ അറിയാമായിരിക്കും, അതൊന്നും കമൻറ്റും ചെയ്യേണ്ട. കാരണം ഞാൻ അവർക്ക് ആർക്കെങ്കിലും എതിരെ വ്യക്തിപരമായിട്ട് പറയുന്ന ഒരു പാഠഭേദമല്ല ഇത് എൻ്റെ ഒരു സങ്കടം. ചുറ്റും നടക്കുന്നത് പരിജ്ഞാനമില്ലാതെ നമ്മുടെ ജനം സ്വീകരിക്കുന്ന ആഫ്രിക്കൻ പായലുകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് മറ്റൊരു വിധത്തിൽ ഇതിനെ എടുക്കണ്ട, ഈ ഒരു പാഠഭേദത്തെ എടുക്കണ്ട. എൻ്റെ മനസ്സിൽ വന്ന ഈ ദുരുപദേശങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ചും ആഫ്രിക്കക്കാരനാകുന്ന ആ ഒരു ബൈബിൾ കോളേജ് പ്രിൻസിപ്പൾ, അദ്ദേഹം വളരെ ഓപ്പണായിട്ട് ഈ കാര്യങ്ങൾ പ്രസംഗിച്ചപ്പോൾ എനിക്ക് തോന്നി, നമ്മൾ മാത്രമല്ലല്ലോ, ആഫ്രിക്കക്കാർ തന്നെ ഇതിനെ എതിർത്ത് സംസാരിക്കുന്നല്ലോ എന്ന് തോന്നിയപ്പോൾ ഇങ്ങനെയൊരു പാഠഭേദം ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൻ്റെ അകത്ത് വന്നു. അപ്പോൾ അങ്ങനെ അനോയിൻറ്റിങ് ഒന്നും ആരെങ്കിലും കൈവച്ചാലൊന്നും കിട്ടത്തില്ല. പലപ്പോഴും എനിക്ക് സങ്കടമുള്ളത്, ഈ പറഞ്ഞ ആഫ്രിക്കൻ കൾട്ട് ഫിഗേഴ്സ് അതിൽ നല്ല പങ്കും ഫോൾസ് ടീച്ചേഴ്സാണ്. അതിൽ നല്ല പങ്കും കർത്താവുമായിട്ടൊന്നും വലിയ ബന്ധമുള്ളവർ ഒന്നുമല്ല. അവരുടെ ഫലം തന്നെ വൃക്ഷം തെറ്റാണെന്ന് തെളിയിക്കുന്നവരാണ്. പക്ഷേ അവരെക്കാട്ടിൽ ദൈവകൃപയുള്ള, അഭിഷേകമുള്ള, അവരെക്കാട്ടിലും ശുശ്രൂഷയിൽ കർത്താവ് ഉപയോഗിക്കുന്ന ദേവദാസന്മാർ ഇവരുടെ മുമ്പിൽ പോയി നിന്നു കൊടുക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു. നമ്മൾ ആരുടെയെങ്കിലും മുമ്പിൽ നമ്മുടെ തലയിൽ കൈവെക്കാൻ നിന്നു കൊടുക്കുന്നതിന് മുമ്പ് ചിന്തിക്കണം, അയാൾ ആരാണ്, അയാളുടെ കയ്യിലുള്ള അനോയിൻറ്റിങ്ങിൻ്റെ സോഴ്സ് എന്താണ്. അത് തെറ്റായ സോഴ്സ് ആണെങ്കിൽ
അയാൾ ഇമ്പാർട്ട് ചെയ്യുന്നത് ദൈവകൃപയായിരിക്കത്തില്ല. അയാളുടെ അകത്തുള്ള ഫോൾസ് അല്ലെങ്കിൽ ദുരുപദേശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അന്ധകാരത്തിൻ്റെ ഇമ്പാർട്ടേഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ദേവദാസന്മാർ അബദ്ധത്തിൽ പോലും അങ്ങനെ ആരുടെയെങ്കിലും മുമ്പിൽ തലകുനിച്ച് നിൽക്കരുത്. പൗലോസ് തീമോഥെയോസിനോട് പറയുന്നല്ലോ, വേഗത്തിൽ ആരുടെയും തലയിൽ കൈവെക്കരുത് എന്ന് പറഞ്ഞാൽ ഇമ്പാർട്ട് ചെയ്യരുത്, ആരെയും നിയോഗിക്കരുത്. ഞാനതിൻ്റെ മറുഭാഗം പറയാം, വേഗത്തിൽ ആരെങ്കിലും കണ്ടാൽ അവരുടെ മുമ്പിൽ പോയി തലകുനിച്ച് നിൽക്കരുത് കേട്ടോ. ആളാരാ, എന്തോ പഠിപ്പിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് സോഴ്സ് കറക്റ്റാണെന്ന് ഉറപ്പാക്കിയിട്ട് നമ്മളിലേക്ക് പകരാൻ ആ വ്യക്തിയിൽ ഒരു ദൈവകൃപയുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിലേ ഒരു വ്യക്തിയുടെ മുമ്പിൽ പോയി തലകുനിച്ച് നിൽക്കാൻ പാടുള്ളൂ. ഇന്ന് കാലത്ത് അങ്ങനെയല്ല കേട്ടോ. ആരുടെയും മുമ്പിൽ പോയി അങ്ങ് തലകുനിക്കുക. എന്തെങ്കിലും ഒരു മുടക്കമുള്ള ഒരാൾ ചെയ്താൽ എൻ്റെ തലയിൽ കഴിച്ചൊന്ന് പ്രാർത്ഥിച്ചേട്ടെ. സഹോദര, വഞ്ചിക്കപ്പെടരുത്. സഹോദരി, വഞ്ചിക്കപ്പെടരുത്. നിങ്ങൾ ആരുടെ മുമ്പിൽ പോയി നിൽക്കുന്നു ഉറപ്പുവരുത്തുക അവർ കർത്താവിൻ്റെ യഥാർത്ഥ ദാസനാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് വളരെ ആവശ്യമാണ്. ഈ കാലത്ത് അങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പണം കൊടുക്കുന്ന പതിവ് പോലുമുണ്ട്. ഈ പറഞ്ഞ കൾട്ട് ഫിഗർ ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ ഇത്രായിരം രൂപ കൊടുക്കണം. കഴിഞ്ഞ ഇടയ്ക്കൊക്കെ വിവാദമായ കുറേ സംഭവങ്ങളുണ്ട്. നമ്മുടെ ആഫ്രിക്കയിൽ നിന്നൊരു ആൾ ഇവിടെ ആന്ധ്രാപ്രദേശിൽ വന്നു. പുള്ളിക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണമെങ്കിൽ 25,000 രൂപ, പുള്ളി കൈ വെക്കണമെങ്കിൽ 40,000 രൂപ. പിരിവെടുത്തത് ഇന്ത്യയിൽ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത ആളുകളാണ്. പിന്നെ അവർ തമ്മിൽ വലിയ വഴക്കായി. അതായത് ഈ വെളിയിൽ നിന്ന് വന്ന പാസ്റ്ററും ഇവിടുത്തെ ഓർഗനൈസേഷൻ തമ്മിൽ വഴക്കായി. കാരണം പണം പിരിച്ചുവെന്ന് അദ്ദേഹം അറിഞ്ഞപ്പോൾ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമൊക്കെ ആയി തീർന്നു. അപ്പോൾ ഇതൊക്കെ ഇന്ന് നടക്കുന്നത്. ആളുകളുടെ ചിന്ത, ഈ പറഞ്ഞ വ്യക്തി തലയിലൊന്ന് കൈവച്ചാൽ ഇമ്പാർട്ട് ചെയ്യപ്പെട്ട് എനിക്ക് വലിയ ശക്തി കിട്ടും, എനിക്ക് വലിയ കൃപാവരം കിട്ടും. അങ്ങനെയൊന്നും കിട്ടത്തില്ല. നിങ്ങൾക്ക് ദൈവകൃപ വേണമെങ്കിൽ, കൃപാവരങ്ങൾ വേണമെങ്കിൽ അതിന് വില കൊടുത്ത് ദൈവസന്നിധി പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ നിന്ന് നേരിട്ട് കിട്ടിയേ പറ്റത്തുള്ളൂ. ഏതെങ്കിലും ഒരു ആഫ്രിക്കൻ പാസ്റ്റർ മുമ്പിൽ പോയി ഇവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് കിട്ടുന്നതാണെങ്കിൽ അയ്യോ പിന്നെ എത്ര എളുപ്പമായിരിക്കും എന്നറിയാമോ. എനിക്കുണ്ടായ 1-2 അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒന്നാമത്തെ ഒരു അനുഭവം, അതായത് കുറേ നാളുകൾക്ക് മുമ്പ് സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു പാസ്റ്ററുടെ ചർച്ച് വിസിറ്റ് ചെയ്യാൻ ഇന്ത്യയിലെ പല പാസ്റ്റർമാരും പോയിട്ടുണ്ട്. എന്നോടൊരാൾ പറഞ്ഞു, പാസ്റ്റർ ഈ പ്രാവശ്യം പാസ്റ്റർക്ക് ഞാനൊരു വിസ അറേഞ്ച് ചെയ്യാം, സൗത്ത് ആഫ്രിക്കയിലെ ഇന്ന വ്യക്തിയുടെ ചർച്ചിൽ പാസ്റ്റർക്ക് പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റും, അവിടെ അവരതിൻ്റെ 1 വീക്ക് അതിൻ്റെ ഫെസിലിറ്റീസ് അവർ തരും. ഇപ്പം എനിക്ക് ആദ്യം വന്നത് നീ കൊള്ളാമല്ലോ, ഇത് പല പാസ്റ്റർമാരും പോയിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ ആരുടെ ചർച്ചിലാണ് പോകുന്നത്, അയാളുടെ ഡോക്ടറിന് എന്താ, വലിയ ചർച്ച, മെഗാ ചർച്ച, എല്ലാം സംഭവം ശരി തന്നെ, നമുക്ക് സൗത്ത് ആഫ്രിക്കയിൽ വിസ കിട്ടും, പോയിട്ട് വരാമെന്നൊക്കെ ചിന്തിച്ച് വേണമെങ്കിൽ പോകാം. പക്ഷെ ഞാൻ അത് നിഷേധിച്ചു. ഞാൻ പറഞ്ഞു, ഈ പർട്ടിക്കുലർ വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഡിവോഴ്സ്, അന്ന് ഈ സംഭവം നടക്കുമ്പോൾ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് 1 വർഷമേ ആയുള്ളൂ. അപ്പോൾ ഞാൻ പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഇമ്പാർട്ടേഷൻ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കണമേ, സ്വന്തം കുടുംബജീവിതം തകർന്നു നിൽക്കുന്ന ഒരാളുടെ ഇമ്പാർട്ടേഷനാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? എൻ്റെ ജീവിതത്തിലും അപ്രകാരമുള്ള പൈശാചിക ബന്ധനങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് എനിക്കുറപ്പാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടാത്ത ഒരു ഇമ്പാർട്ടേഷൻ്റെ ആവശ്യമില്ല. കാരണം ഇപ്പോൾ ഉള്ളതൊക്കെ മതിയെന്നേ, ഇപ്പോൾ ഉള്ള കൃപയും ശുശ്രൂഷയൊക്കെ മതി. ഒന്നുള്ളതിനെ വിശ്വസ്തയോട് ഉപയോഗിച്ചാൽ 10 ആക്കി മാറ്റാമെന്ന് വചനം പറയുന്നെങ്കിൽ, നിങ്ങൾക്ക് കിട്ടിയ ചെറിയ അനോയിൻറ്റിങ് ഉണ്ടല്ലോ, കൃപാവരം ഉണ്ടല്ലോ, ചെറിയ ടാലൻ്റ് ഉണ്ടല്ലോ, വിശ്വസ്തരായിരിക്കെ അത് 10 മാറും. പക്ഷേ വിശ്വസ്തരാകാതെ, അതിന്മേൽ വ്യാപാരം ചെയ്യാതെ, അതിന്മേൽ പൊരുന്നിരുന്ന് അതിനെ വർദ്ധിപ്പിക്കാതെ, അതിനെ വിരിയിക്കാതെ, നിങ്ങൾ അവിടെയും ഇവിടെ ഓടി നടന്ന് എളുപ്പവഴിയിൽ ആരെങ്കിലും കൈവച്ചൊക്കെ കിട്ടുന്ന ഇമ്പാർട്ടേഷന് പോയാൽ അവൻ്റെ അകത്തിരിക്കുന്ന കുറേ ഡെമൺസ്, കുറേ അന്ധകാര ശക്തികൾ നിങ്ങളറിയാതെ നിങ്ങളുടെ അകത്ത് കയറും. നിങ്ങളുടെ ജീവിതം താറുമാറാകും. നിങ്ങൾ അതുപോലെ ദുരുപദേശം പഠിപ്പിക്കുന്നവനാകും. അതുകൊണ്ട് എൻ്റെ പൊന്ന് ദൈവമക്കളെ, ദൈവദാസന്മാരെ, കേരളത്തിലെ ചെറുപ്പക്കാരായ ദൈവദാസന്മാരെ, ഇത്തരം കൾട്ട് ഫിഗേഴ്സിൻ്റെ പുറകെ പോകരുത്. ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുക, വിശ്വസ്തരായിരിക്കുക. ദൈവത്തിൻ്റെ വചനമുണ്ടല്ലോ, സത്യതിരുവചനമുണ്ടല്ലോ, ഇതിൻ്റെ വിശ്വസ്തതയ്ക്ക് വേണ്ടി നിങ്ങൾ നിൽക്കുക. ദൈവം നിങ്ങളെ ഉപയോഗിക്കും. എളുപ്പമല്ല കേട്ടോ, ശുശ്രൂഷയിൽ കൃപ പ്രാപിക്കുന്നതും മുന്നേറുന്നതും എളുപ്പമല്ല. രണ്ടാമത്തെ ഒരു അനുഭവം, ഞാൻ മുമ്പേ ഒരു പപ്പാ മമ്മി കൾച്ചർ പറഞ്ഞല്ലോ, പപ്പാ മമ്മി കൾച്ചർ. ഞങ്ങളുടെ ചർച്ചിൽ ഹിന്ദിക്കാരായ കുറേ കുടുംബങ്ങളുണ്ട്. ഒരു പുതിയ ഹിന്ദി ഫാമിലി ഞങ്ങളുടെ ചർച്ചിൽ വന്നു. അപ്പം ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഈ ആരെങ്കിലും പുതുതായിട്ട് വന്നാൽ അവരുടെ വീടുകൾ വിസിറ്റ് ചെയ്യും. അല്ലാതെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഒരു ട്രെൻഡ്. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മുടെ ചർച്ചിൽ പുതുതായിട്ട് വരുന്ന ആളുകളുടെ വീടുകൾ വിസിറ്റ് ചെയ്യും. അങ്ങനെ ഞങ്ങളൊരു വീട്ടിൽ ചെന്നപ്പോൾ അവർ വലിയ സന്തോഷമാണ്. കാരണം പാസ്റ്ററും ഭാര്യയും വീട്ടിൽ വന്നു. അവർ മറ്റേതൊക്കെയോ ചർച്ചകളിൽ പോയിട്ടുള്ളവരാണ്. അവിടുത്തെ പാസ്റ്ററും ഭാര്യയൊന്നും വീട്ടിൽ ചെല്ലത്തില്ല. കാരണം ഈ പറഞ്ഞതുപോലെ അവരോട് സംസാരിക്കാൻ പോലും ഒക്കത്തില്ല. പാസ്റ്ററോട് എന്തെങ്കിലും പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് അസിസ്റ്റൻറ്റ്, അദ്ദേഹത്തിലൂടെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ, അല്ല നേരിട്ട് പോയി ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഫിഗേഴ്സാണ് ഇവർ. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടുപഠിച്ച ഒരു
വ്യക്തിയുടെ അടുക്കൽ ഞങ്ങൾ കുടുംബമായിട്ട് ചെന്ന് കയറിയപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ് ഉണ്ടായതുപോലെ അവരുടെ ചിന്ത, കർത്താവ് യേശുക്രിസ്തു രണ്ടാമത് വന്നു എന്ന് പറയുന്ന പോലെയുള്ള സന്തോഷം. അവർ ബഹളം വെക്കാൻ തുടങ്ങി, അയ്യോ പപ്പായും മമ്മിയും വന്നുവേ, പപ്പായും മമ്മിയും വന്നുവേ. അപ്പം ഞാനോർത്ത് ഈ ആരുടെ കാര്യമാണ് പറയുന്നത്, പപ്പായും മമ്മിയും വന്നു, പാസ്റ്ററും ഭാര്യയും വന്നെന്ന് പറഞ്ഞാൽ പോലെ പപ്പായും മമ്മിയും വന്നു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞു? അത് പറഞ്ഞു, ഞങ്ങൾ പോകുന്ന ചർച്ചിൽ ഞങ്ങളുടെ പപ്പായും മമ്മിയുമായിരുന്നു അവിടുത്തെ പാസ്റ്റർ. അപ്പം നമ്മളെയും അതേ രീതിയിൽ അവർ വിളിക്കാൻ തുടങ്ങി. ഞാൻ അന്നേരം തന്നെ അത് വിലക്കി. ഞാൻ പറഞ്ഞു, നിങ്ങൾ ദയവായിട്ട് ഞങ്ങളെ പപ്പായും മമ്മിയും ഒന്ന് വിളിക്കേണ്ട, പാസ്റ്ററും സിസ്റ്ററും വന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇതൊക്കെ നമുക്ക് സ്വല്പം സുഖം നമ്മുടെ ജഡത്തിൽ ഉണ്ടാക്കും കേട്ടോ. പക്ഷേ അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ കൊല്ലും, നമ്മുടെ ശുശ്രൂഷയെ കൊല്ലും. നമ്മളും ഇതുപോലെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു കൾട്ട് ഫിഗറാകാൻ സാധ്യതയുണ്ട്. ആഫ്രിക്കൻ കൾട്ടുകൾ, കുറേ കൾട്ടുകളുടെ കാര്യം പറയാനുണ്ട്. ഈ സെഷൻ ഒത്തിരി ദീർഘമായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഈ അടുത്ത സമയത്ത് കെനിയയിലുണ്ടായ ഒരു വലിയ ദാരുണമായ അവസ്ഥ, പോൾ മക്കൻസി എന്ന് പറയുന്ന ഒരു കെനിയൻ കൾട്ട് ലീഡറിനെ കുറിച്ച് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. അദ്ദേഹത്തിനെതിരെ ഇപ്പം കേസ് വന്നിരിക്കുകയാണ്. 191 പേരുടെ മർഡർ കേസ്, 191 പേരുടെ മരണത്തിന് അദ്ദേഹം കാരണമായി തീർന്നു. കെനിയയിലെ ഒരു കൾട്ട് ലീഡർ, അദ്ദേഹത്തിൻ്റെ കുറേ വിശ്വാസികളെ സംഘടിപ്പിച്ച് ഒരു വനം പ്രദേശത്തേക്ക് കൊണ്ടുപോയിട്ട് ഉപവസിപ്പിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ രാവിലെ ഒരു കട്ടൻ കാപ്പിയും ഒരു ബ്രെഡുമൊക്കെ കൊടുക്കുമായിരുന്നു ആദ്യം. പിന്നീട് അത് നിർത്തൽ ചെയ്തു. പിന്നീട് വെള്ളം കൊടുക്കുന്നത് പോലും നിർത്തൽ ചെയ്തു. ഈ പാമ്പിടിച്ച വിശ്വാസികളെ ഉപവസിപ്പിക്കാൻ കൊണ്ടുപോയിക്കുകയാണ്. ഉപവസിച്ച് കഴിയുമ്പോൾ ഇവർക്ക് കർത്താവിനെ കാണാൻ പറ്റുമെന്നാണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉപവസിക്കുക, എന്തിനാ? കർത്താവിനെ കാണാൻ വേണ്ടി. അങ്ങനെ ഉപവസിച്ച് വെള്ളവും കുടിക്കാതെ ഭക്ഷണവും കഴിക്കാതെ ചിലരൊക്കെ ബോധം കെട്ടു. അപ്പോൾ പുള്ളി പറയുന്നത് അവർ കർത്താവിനെ കാണുന്ന ഉറക്കത്തിലാണെന്ന്. അവസാനം ബോധം കെട്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ കുഴിച്ചിടാൻ തുടങ്ങി. 400 ഡെഡ് ബോഡീസാണ് ആ ഒരു പർട്ടിക്കുലർ സൈറ്റിൽ നിന്ന്, ആ വനപ്രദേശത്ത് നിന്ന് റിക്കവർ ചെയ്തത്. 400 ഡെഡ് ബോഡീസാണ്. ഇപ്പം ആളകത്താണ്, ആൾ തടവിലാണ്. അദ്ദേഹത്തിനെതിരെയുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്ത് മണ്ടത്തരം പറഞ്ഞാലും വിശ്വസിക്കാൻ അവിടെ ആഫ്രിക്കയിൽ ആളുകളുണ്ട്. അപ്പോൾ അത് കണ്ടുപഠിച്ചിട്ട് നമ്മളും ഇങ്ങനെ ഓരോന്നോരോന്ന് തുടങ്ങുകയാണ്. ആഫ്രിക്കൻ കൾട്ടുകൾ കുറേ ആളുകളുണ്ട്. ഒരു തരത്തിലുള്ള പ്രോഫറ്റിക് കൾട്ടുണ്ട്. പ്രോഫറ്റിക് കൾട്ട് എന്ന് പറയുമ്പോൾ ഇവർ വലിയ പ്രോഫറ്റ്സാണ്. ഇവർ നമ്മുടെ പേര് വിളിക്കും, നമ്മുടെ അപ്പൂപ്പൻ്റെ പേര് വിളിക്കും. ഭയങ്കര പ്രോഫറ്റിക് കൾട്ടുണ്ട്. ഞാനൊരു സത്യം പറയട്ടെ, ഇതിനകത്ത് പലതും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതാണ്. ഞാൻ പേര് വിളിക്കുന്ന ശുശ്രൂഷയ്ക്കൊന്നും എതിരല്ല. കർത്താവിൻ്റെ കൃപയാൽ എൻ്റെ ശുശ്രൂഷയിലും പലപ്പോഴും പേരുകൾ കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് പേര് വെളിപ്പെടുത്തത്തില്ലെന്നോ അഡ്രസ്സ് വെളിപ്പെടുത്തത്തില്ലെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പ്രവാചകന്മാർക്കെതിരല്ല, പ്രവചന ശുശ്രൂഷയ്ക്കെതിരല്ല, പേര് വെളിപ്പെടുന്ന ശുശ്രൂഷയ്ക്കെതിരല്ല. നമ്മുടെ ഇന്ത്യയിലും പേര് വിളിക്കുന്ന ദേവദാസന്മാരൊക്കെ ഉണ്ട്. ഞാൻ പറയില്ല എല്ലാവരും തെറ്റാ ചെയ്യുന്നതെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ ഞാൻ പറയുന്നത് ആഫ്രിക്കയിലെ പല കൾട്ട് ഫിഗേഴ്സും പേര് വിളിക്കുന്നത് ശരിയായ സോഴ്സിൽ നിന്നാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾക്കതിനകത്ത് ഡൗട്ട് വരേണ്ടിയിരിക്കുന്നു. കാരണം ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയാവുന്ന അവർ പഠിപ്പിക്കുന്ന ഡോക്ട്രിൻ, അവർ ആളുകളെ ഏതൊരു ഫോക്കസിലേക്കാണ് കൊണ്ടുപോകുന്നത്, ഏതൊരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത്, ഇത് ഇവാലുവേറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ ശുദ്ധ പേഴ്സണാലിറ്റി കൾട്ടുകളാണ്. ഈ ആഫ്രിക്കയിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി വിച്ച് ക്രാഫ്റ്റും വിച്ച് ഡോക്ടേഴ്സും അതായത് ലോക്കൽ മന്ത്രവാദികളും ഒക്കെയുള്ള ദേശമാണ്. അപ്പോൾ ഈ ക്രിസ്ത്യൻ പാസ്റ്റേഴ്സും അപ്രകാരമുള്ള ഏതൊക്കെയോ ശക്തികളുടെ ഒരു വലയത്തിൽ, ഒരുപക്ഷെ അവർ പോലും അറിയാതെയായിരിക്കും ആണ് ഇങ്ങനെയുള്ള പല ഈ കാര്യങ്ങളും ചെയ്യുന്നതെന്നുള്ളത് ഡേഞ്ചറസ് ആണ്. നമ്മൾ വളരെ കോഷ്യസ് ആയിരിക്കണം. കള്ളനോട്ടുകൾ ഒത്തിരിയുണ്ട്. നല്ല നോട്ടുകൾ ഉള്ളത് കൊണ്ടാണ് കള്ളനോട്ട് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നല്ല നോട്ടേ സ്വീകരിക്കാവുള്ളൂ, കള്ളനോട്ടിനെ സ്വീകരിക്കരുത് എന്നൊരു മുന്നറിയിപ്പാണ് എനിക്ക് പറയാനുള്ളത്. പോൾ മക്കൻസിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ആഫ്രിക്കൻ ഫിഗറാണ് TB ജോഷുവ എന്ന് പറയുന്ന. അദ്ദേഹം കഴിഞ്ഞിടയ്ക്ക് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മരണം തന്നെ ഒരു വലിയ വിവാദമായിരുന്നു. ഈ TB ജോഷുവയുടെ ആരംഭകാലമൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കാണുമായിരുന്നു. വലിയ മിറക്കിൾസാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് എനിക്ക് മനസ്സിലായി ഈ TB ജോഷുവയുടെ ആ ഒരു ഡോക്ട്രിൻസ് അതിനകത്ത് ഒത്തിരി ഫ്ലോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പ്രത്യേകിച്ചും ഇത് വളരെ വിശദമായിട്ട് പറയേണ്ട കാര്യമാണെങ്കിൽ ഓടിച്ച് ഞാനങ്ങ് പറയുകയാണ്. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, TB ജോഷുവയുടെ ഒരു അനോയിൻറ്റിങ് ഓയിലിൻ്റെ കച്ചവടമുണ്ട്. എണ്ണ ചെറിയ കുപ്പികളിൽ നിറച്ച് വിൽക്കുക. ഒരു ബ്രാൻഡാണ് കേട്ടോ TB ജോഷുവ അനോയിൻറ്റിങ് ഓയിൽ. ആ കുപ്പിയുടെ മണ്ടയ്ക്ക് അദ്ദേഹത്തിൻ്റെ പടമൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഒരു കമ്പനിക്ക് കോൺട്രാക്റ്റ് കൊടുത്തേക്കുക, ഈ പറഞ്ഞ അനോയിൻറ്റിങ് ഓയിൽ ഉണ്ടാക്കി വിൽക്കാനുള്ള കോൺട്രാക്റ്റ് കൊടുത്തേക്കുക, അത് വിൽക്കുക ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കണ്ടത് ഈ TB ജോഷുവയുടെ
ഒരു വീഡിയോയിൽ അദ്ദേഹത്തിന് 5 വൈസ്മാൻസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസ് ആണ് കേട്ടോ, അവർ വൈസ്മാൻ എന്നാണ് വിളിക്കുന്നത്. വൈസ്മാൻ ജോഷുവ, വൈസ്മാൻ ഡേവിഡ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് 5 വൈസ്മാൻസ് ഉണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ മീറ്റിങ്ങിൽ ഒരു വലിയ ദുഷ്ടാത്മാവിൻ്റെ ശക്തി ഒരു വ്യക്തിയിൽ നിന്ന് പുറത്തു വരുന്നു. അപ്പോൾ ഈ വൈസ്മാൻസ് വന്നിട്ട് അവർ പഠിച്ച പണി മുഴുവൻ നോക്കുന്നു ഈ അന്ധകാര ശക്തിയെ പുറത്താക്കാൻ. അവരെ കൊണ്ട് പറ്റുന്നില്ല. അവർ പറയുന്നു ഈ പൈശാചിക ബന്ധനം വളരെ വലുതാണ്, വലിയ പവർഫുള്ളായിട്ടുള്ള ഒരു ഭൂതാത്മാവാണ് ഈ വ്യക്തിയുടെ അകത്ത് ഇരിക്കുന്നത്, ഞങ്ങളെ കൊണ്ട് ഇതിനെ പുറത്താക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാനാ? ടി വി ജോഷുവ ഇവിടെ ഇല്ല, ഞങ്ങൾ 5 പേരേ ഉള്ളൂ. അവസാനം അവരിൽ ഒരാൾ പറയുന്നു ഒരു മാർഗമുണ്ട്. എന്താ മാർഗം എന്നറിയാമോ? ടി ബി ജോഷുവ പ്രാർത്ഥിച്ചു വെച്ച അനോയിൻറ്റിങ് ഓയിൽ ഇവിടെയുണ്ട്, നമ്മളത് ഉപയോഗിക്കാൻ പോവുക എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കുപ്പി അനോയിൻറ്റിങ് ഓയിൽ എടുത്തുകൊണ്ട് വരുന്നു. അന്നേരത്തേക്കും ക്യാമറ ഈ ഓയിലിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ടി ബി ജോഷുവയുടെ മുഖമൊക്കെയുള്ള ആ കുപ്പി അത് സൂം ചെയ്ത് സ്ക്രീനിൽ കാണിക്കുന്നു. എന്നിട്ട് ഈ വൈസ്മാൻമാരിൽ ഒരാൾ ഈ ഓയിൽ എടുത്തിട്ട് ഈ ഭൂതമുള്ള വ്യക്തികളുടെ മേൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ അന്നേരം തന്നെ ഭൂതം വിട്ടുപോകുന്നു. എന്താ കാരണം? ഇവർ പറഞ്ഞു വെക്കുകയാണ് ഈ അനോയിൻറ്റിങ് ഓയിൽ, ടി ബി ജോഷുവ പ്രാർത്ഥിച്ച അനോയിൻറ്റിങ് ഓയിലിൻ്റെ പവർ ഇതാണ്. നിങ്ങൾ പറ, ഇത് ദൈവവചനപ്രകാരം ശരിയാണോ? 5 ഉപദേശിമാർക്ക് പ്രാർത്ഥിച്ച് പുറത്താക്കാൻ വയ്യാത്ത ഭൂതത്തെ ടി ബി ജോഷുവ പ്രാർത്ഥിച്ച് വെച്ച ഓയിൽ വെച്ച് പുറത്താക്കിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ ഫോക്കസ് കൊടുക്കുന്നത് ആ ഓയിൽ കച്ചവടത്തിനാണ്. അന്ന് എനിക്ക് മനസ്സിലായി ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല. അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. അങ്ങനെ ആഫ്രിക്കൻ കൾട്ട് ലീഡേഴ്സ് ആണ് എൻ്റെ മെൻറ്റർ എന്നൊക്കെ പറയുന്നതിൽ അഭിമാനിക്കുന്ന ആളുകളുണ്ട്. അപകടമാണ് കേട്ടോ, അത്തരം മെൻറ്റർഷിപ്പുകൾ അപകടമാണ്. ഈ അടുത്ത സമയത്തായിട്ട് പൊങ്ങി വരുന്ന മറ്റൊരു പേരാണ് ജോൺ അനോസിക്കെ. അദ്ദേഹത്തെക്കുറിച്ച് അധികം ആളുകൾക്ക് നമ്മുടെ ഇന്ത്യയിൽ അറിയത്തില്ല. പക്ഷേ ഞാനീ പറഞ്ഞ ആന്ധ്രയിൽ വന്നിട്ട് 40,000 തലയെ കൈവെക്കാനും 25,000 കൈ കൊടുക്കാനും ഒക്കെ ഉള്ളൊരു സംഭവം ഉണ്ടായത് ഈ ജോൺ അനോസിക്കയുടെ പ്രോഗ്രാമിനാണ്. എന്തൊരു ആൾക്കൂട്ടമായിരുന്നെന്നറിയാമോ ഈ അനോസിക്കെ ഒന്ന് കാണാനൊന്ന് തൊടാൻ വേണ്ടി. സത്യം പറയാമല്ലോ, അന്ന് മുതലാണ് ഞാൻ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇദ്ദേഹത്തിൻ്റെ ഡോക്ട്രിൻ വളരെ ഡേഞ്ചറസ് ഡോക്ട്രിൻസ്. അദ്ദേഹത്തിൻ്റെ ഒരു ഡോക്ട്രിൻ മാത്രം ഞാൻ പറയാം, വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അദ്ദേഹം പഠിപ്പിക്കുന്ന ഒരു ഡോക്ട്രിൻ ഐ ആം എ പ്രിൻസിപ്പാലിറ്റി എന്നാണ്. ഐ ആം എ പ്രിൻസിപ്പാലിറ്റി. ഞാൻ ഒരു ഈ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലെ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്ര എന്നൊരു വാക്യമുണ്ട്. അതിനകത്ത് പറയുന്ന പേരാണ് പവേഴ്സ് ആൻഡ് പ്രിൻസിപ്പാലിറ്റീസ്. അതായത് വാഴ്ചകൾ അല്ലേ, പ്രിൻസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ വാഴ്ചകൾ, അധികാരങ്ങൾ എന്ന ആ പദമാണ് പുള്ളി എടുത്തിട്ട് പറയുന്നത്. അദ്ദേഹം ഒരു പ്രിൻസിപ്പാലിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു അധികാരമാണ്, ഒരു പ്രഭുതായാണ്, അദ്ദേഹം ഒരു വാഴ്ചയാണ്. അതായത് സ്വർലോക മണ്ഡലങ്ങളിൽ അന്ധകാരത്തിൻ്റെ വാഴ്ചകൾ എങ്ങനെയാണുള്ളത് അതുപോലെ തന്നെ അദ്ദേഹം സ്പിരിച്വൽ റലത്തിൽ വാഴുന്ന ഒരു പ്രിൻസിപ്പാലിറ്റിയാണെന്നാണ് പറയുന്നത്. ഇത് നിസ്സാര കാര്യമല്ല. അദ്ദേഹം പറയുന്നത് അദ്ദേഹം സ്റ്റേജിൽ നിൽക്കുമ്പോൾ അദ്ദേഹം നേരെ സ്വർഗമണ്ഡലത്തിൽ കയറി ചെന്നിട്ട് അദ്ദേഹം ഒരു പ്രിൻസിപ്പാലിറ്റി ആയിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. നിങ്ങൾ പറ, ഈ ഡോക്ട്രിൻ ശരിയാണോ? പൈശാചിക മണ്ഡലത്തിലെ വാഴ്ചകളും അധികാരങ്ങളും ഉള്ളതുപോലെ അദ്ദേഹം ആത്മമണ്ഡലത്തിൽ കയറി ചെല്ലുന്ന ഒരു പ്രിൻസിപ്പാലിറ്റിയാണെന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഏതെങ്കിലും ഒരു ദേശത്ത് പോയി സ്റ്റേജിൽ നിന്ന് കഴിഞ്ഞാൽ ആ ദേശത്തിൻ്റെ ആത്മമണ്ഡലത്തിൽ കയറി ചെല്ലുന്ന, ആ ദേശത്തിൻ്റെ ആത്മമണ്ഡലത്തെ ക്ലിയർ ചെയ്യുന്ന, പൈശാചിക മണ്ഡലത്തോട് യുദ്ധം ചെയ്യുന്ന ഒരു പ്രിൻസിപ്പാലിറ്റിയാണെന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വളരെ എക്സ്ട്രീമായിട്ടുള്ള ഒരു ഡോക്ട്രിനാണ്. ഒരു പർട്ടിക്കുലർ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ജീവിച്ചാൽ, അദ്ദേഹം പഠിപ്പിക്കുന്ന ഡോക്ട്രിൻ അനുസരിച്ച് ജീവിച്ചാൽ, അതൊക്കെ രഹസ്യങ്ങൾ ദൈവം അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്തെന്നാണ് പറയുന്നത്. അങ്ങനെ ജീവിച്ചാൽ മരണം പോലും ഉണ്ടാകത്തില്ല. കൾട്ട് ഫിഗേഴ്സ് എല്ലാം അവർക്ക് കിട്ടിയെന്ന് പറയുന്ന ചില റെവലേഷനിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. മറ്റുള്ളവർക്ക് അത് മനസ്സിലാകത്തില്ലെന്ന് പറയും. നിങ്ങൾക്കത് മനസ്സിലാകണമെങ്കിൽ ഈ പറഞ്ഞ റെവലേഷൻ നിങ്ങൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. ഇത് ദൈവം വെളിപ്പെടുത്തിയതാണ്, ഞാൻ സ്വർഗത്തിൽ പോയിട്ട് ദൈവം എന്നോട് നേരിട്ട് പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഞാൻ പ്രത്യേകമായിട്ടൊരു വിഷൻ എനിക്ക് കിട്ടിയതാണെന്നൊക്കെ പറയുന്ന റെവലേഷൻസ്, അതിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ഒക്കത്തില്ല. എല്ലാ കൾട്ട് ഗ്രൂപ്പുകളുടെയും ലീഡേഴ്സിൻ്റെയും ഒരു സ്വഭാവമാണ്. അവർ പഠിപ്പിക്കും, ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി, വേറെ ആർക്കും ഒന്നും അറിയത്തില്ല, സത്യം ഞങ്ങൾ മാത്രം പറയുന്നതാണെന്ന് പഠിപ്പിക്കും. ഈ ജോൺ അനോസിക്കയുടെയൊക്കെ ഒരു പ്രശ്നം അതാണ്. അവർക്ക് കിട്ടിയ റെവലേഷൻസ് അത് മാത്രമാണ് സത്യമെന്ന് പറഞ്ഞ് വേദപുസ്തകത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് ശോധന ചെയ്യാത്ത പാവം പിടിച്ച ആളുകളെ ആ ഒരു ആപത്തിലേക്ക്
തള്ളിവിടുന്നു. ഈ ദുരുപദേശവും നല്ല ഉപദേശവും തമ്മിലുള്ള ആ ഒരു അന്തരം, ആ ഒരു വിടവ് വളരെ ചെറുതാണ്. ഞാൻ എല്ലാ ശുശ്രൂഷകരോടും പറയുകയാണ്, വളരെ കൃപയോട് പക്വതയോടുകൂടെ നിൽക്കണം. നമ്മൾ പഠിപ്പിക്കുന്ന ഡോക്ടറിൻ്റെ അകത്തുനിന്ന് ഒരു നെല്ലിട അപ്പുറത്തോട്ട് പോയാലുണ്ടല്ലോ, അത് ദുരുപദേശമായി മാറാനുള്ള സാധ്യതയുണ്ട്. അത് ഡേഞ്ചറസ് ആണ്. നമ്മൾ എന്തെങ്കിലും പഠിപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ കറക്ഷന് സമ്മതമുള്ളവരായി പഠിപ്പിക്കണം. അതായത് നമ്മൾ പഠിപ്പിക്കുന്ന ഡോക്ടറിന് തെറ്റാണെന്ന് ഒരാൾ പറഞ്ഞാൽ ഞാനതിനെ റീ എക്സാമിൻ ചെയ്യാം, തെറ്റാണെങ്കിൽ ഞാൻ തുറന്ന് സമ്മതിക്കാമെന്ന് പറയാനുള്ള മനസ്സുണ്ടാകണം. ഇപ്പം ഞാനൊരു ഡോക്ടറിനെ പഠിപ്പിച്ചിട്ട് ഞാൻ പറയുകയാണ് ഇത് മാത്രമാണ് ശരി, ഇതല്ലാതെ പഠിപ്പിക്കുന്നവരൊക്കെ തെറ്റാണ് പഠിപ്പിക്കുന്നത്, ഞാൻ മാത്രമാണ് ശരിയെന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങുമ്പോഴുള്ള അപകടം, നമ്മൾ കറക്ഷന് റെഡിയല്ല. മറ്റുള്ളവർ നമ്മളെ കറക്റ്റ് ചെയ്യുവാൻ, നമ്മളെ നീ പഠിപ്പിക്കുന്നത് തെറ്റാണെന്ന് പറയുവാൻ നമ്മൾ അനുവാദം കൊടുക്കുന്നില്ല. ആ വ്യക്തി സാധ്യതയുണ്ട്, ഒരു ദുരുപദേശകനായി മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശുശ്രൂഷകന്മാരെ എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് തെറ്റുപറ്റാ വരമൊന്നുമില്ല. ആരുടെ ജീവിതത്തിലും പഠിപ്പീരുകളിൽ തെറ്റുപറ്റാം. നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് കുറവുകളുണ്ടാകാം. അങ്ങനെ തെറ്റുപറ്റിയെന്ന് ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് സ്വീകരിക്കുകയും നമ്മൾ മടങ്ങി വരികയും ചെയ്യണം. അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി ശോഭിക്കേണ്ട പലരും ദുരുപദേശകന്മാരായിട്ടൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. ആഫ്രിക്കയിൽ ഇത് ഒത്തിരിയുണ്ട്. നമ്മുടെ പ്രശ്നം, ഇന്ത്യക്കാരുടെ പ്രശ്നം, നമുക്ക് ഒന്നീ വെള്ളക്കാരനെ കാണുമ്പോൾ നമ്മുടെ കവാത്ത് മറക്കും. ഈ അടുത്ത സമയത്തായിട്ട് ആഫ്രിക്കക്കാരെ കാണുമ്പോഴും നമ്മൾ നമ്മുടെ കവാത്ത് മറക്കുന്നു. നമുക്കൊരു കോംപ്ലക്സ് ഉണ്ട്, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. അതായത് നമ്മൾ പോരാ, ഈ ആഫ്രിക്കക്കാരനും വെള്ളക്കാരനുമൊക്കെയാണ് കർത്താവിൽ വലിയവനെന്നുള്ളൊരു കോംപ്ലക്സ് ഉണ്ട്. അതിൽ നിന്നൊക്കെ പുറത്ത് വന്നിട്ട് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് വിശ്വസ്തരായിട്ട് പ്രാർത്ഥിച്ച് നിന്നാൽ മതി. അവിടെ ഇവിടെ ഓടി നടക്കേണ്ട കാര്യമില്ല എന്നൊരു മുന്നറിയിപ്പ് തന്നുകൊണ്ട് ഈ പാഠഭേദം ഇവിടെ ഞാൻ വിരാമം കുറിക്കുകയാണ്. ദൈവം എല്ലാവരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. വിഷയത്തിൻ്റെ ഗൗരവം കൊണ്ടാണ് ഇന്നത്തെ പാഠഭേദം അല്പം ദീർഘിച്ചു പോയത്. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.